ഗതികേടിന്റെ അങ്ങേയറ്റത്താണ് എറണാകുളം ജില്ലയിലെ ജനങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ പുളിഞ്ചോടാണ്. ഇത് ഇവിടുത്തെ റോഡാണ് പുഴ പോലെ, പെരിയാർ ഒഴുകുന്നത് പോലെ എനിക്ക് സമീപത്തായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം ഇതായി കാണുന്നത് പോലെ റോഡിൽ മുഴുവൻ വെള്ളം, വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത. ചേട്ടനൊക്കെ ഇരുചക്ര വാഹനം ഉന്തിക്കൊണ്ട് പോകുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ആളുകൾ ദുരിതം അനുഭവിക്കുന്നത്. ഈ സമീപത്തെ കടകളിലും വീടുകളിലുമൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെള്ളം കയറി ആളുകൾ കടകൾ അടച്ചു പൂട്ടി പോവുകയാണ്. തൊട്ടു പിന്നിലെ വീട്ടിലൊക്കെ വെള്ളം കയറി അങ്ങോട്ട് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഈ കാണുന്നത് പോലെ ഓടയിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ വീടുകളിലേക്കും കടയിലേക്കും ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാന നവീകരണം എങ്ങും എത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് കടകളിലേക്ക് പോകാൻ കഴിയാത്ത, ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ? ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ബസ് കയറുന്ന സ്ഥലമാണ് അല്ല, പോകാൻ പറ്റുന്നില്ല. ഒരു പ്രതിസന്ധി മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വർഷങ്ങളായിട്ട് ഇത് തന്നെ ചൂട് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഓടയൊന്നും വൃത്തിയാകുന്നില്ല. അതില്ല, അതിൻ്റെയാണ് കാണുന്നത്. എല്ലാ പ്രാവശ്യം ഉണ്ട് മഴയുടെ ഇതിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ പോകും? അതാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്, എങ്ങനെ പോകണമെന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആളുകളൊക്കെ എവിടെയെങ്കിലും ഒരു വെള്ളം കുറവുള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. നല്ലോണം വെള്ളം ചേച്ചി കാലത്ത് ഇത്രയും വരുമ്പോഴേക്ക് കാലത്ത് എന്തോരം വെള്ളമായിട്ട് അങ്ങോട്ട് കിടക്കാം, അഴുക്കുള്ള എല്ലാം കൂടിയിട്ട് നടക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് തന്നെയൊക്കെ പോകേണ്ടതെന്ന് ഇത്ര അവസ്ഥയായി പോയിട്ട് കിടന്നു. ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അഴുക്ക് വെള്ളമാണ് ഈ ഒഴുകുന്നത് എന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ചേട്ടാ, കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ചേട്ടാ, കടയൊക്കെ അടച്ചിട്ടിരിക്കുക. നമുക്കിത് എല്ലാ വർഷവും ഈ പ്രശ്നങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാനൊരു 20 വർഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തുന്നതാണ്. ഓട്ടോ കൺസൾട്ടിങ് സെൻ്ററാണ് ഇത്. നമുക്ക് എല്ലാ വർഷവും, ഇപ്പോൾ കഴിഞ്ഞ വർഷം വേനക്ക് ഒരു മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വെള്ളം കയറി എനിക്ക് 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. എൻ്റെ 2 കമ്പ്യൂട്ടർ പോയി, മോണിറ്റർ എല്ലാം അതിൽ പോയി. വെള്ളം ഒരടി വെള്ളം വരെ നമ്മുടെ ഉള്ളിലേക്ക് കയറി. ആവർത്തിച്ചിട്ട് ഈ ഓടയും കാനയൊന്നും അധികൃതർ വൃത്തിയാക്കുന്നില്ല. ആരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇവിടെ ആലുവ പുഴ, പെരിയാറിലേക്ക് വെള്ളം ഒഴുകുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ കാര്യക്ഷമമായ രീതിയിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളക്കെട്ട്. ഇതുണ്ട്, ഈ പ്രദേശത്ത് ഒരു കിലോമീറ്റർ ഇല്ല, ആ ഡിസ്റ്റൻസ് ഒരു കുഴിയാണ് ഇവിടെ. എല്ലാ കടകളിലും, ഈ ഇപ്പോൾ കാണുന്ന കടകളിലൊക്കെ ഷട്ടർ നിർത്തിയിട്ടത് വെള്ളത്തിൽ എല്ലാം മുങ്ങി. നമുക്ക് അങ്ങനെ ഭയങ്കര ഭീമമായ നഷ്ടം ഓരോ വർഷം വന്നുകൊണ്ടിരിക്കുകയാണ്. 2 കമ്പ്യൂട്ടറാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയത്. നഗരസഭ എന്താ വാദം ഉന്നയിക്കുന്നത്? നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇവർ പറഞ്ഞതുപോലെ ആളുകളെ ദുരിതത്തിലാക്കുന്ന, ദുരിതക്കയത്തിൽ മുക്കുന്ന ഒരു സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നാണ് ആളുകളുടെ പ്രതിഷേധമായി ഉയരുന്നത്. ഈ ഓഫീസൊക്കെ തുറന്നാൽ വെള്ളം കയറി പൂർണ്ണമായും ഉപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ടാകുമെന്നൊരു ആശങ്ക കൂടി ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. സമീപത്ത് ഈ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്നുള്ള ആളുകളൊക്കെ തൊട്ട് മുകളിലത്തെ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഈ ഓടയിൽ നിന്നുള്ള വെള്ളം കയറിയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശങ്കയുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കലൂർ, ആസാദ് റോഡ് അടക്കമുള്ള മേഖലകളിലെ ചെറിയ വഴികളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്ഥിതി അതിലും ഗുരുതരമാണ്. ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടിലൂടെ വേണം ആളുകൾ വാഹനം ഓടിച്ച് പോകേണ്ടതെന്നത് അപകടകരമായ സ്ഥിതി തന്നെയാണ്. എന്തായാലും ആളുകൾ പറയുന്നത് ഒരു വാട്ടർ മെട്രോ, മുകളിലൂടെ മെട്രോ പോകുന്നുണ്ട്, താഴെ ഒരു വാട്ടർ മെട്രോ സർവീസ് കൂടി തുടങ്ങാൻ അധികൃതർ കനിയണം. ഈ ഓടയും കാനിയും ഒന്നും വൃത്തിയാക്കാൻ സമയമില്ലെങ്കിൽ എന്നതാണ് ആളുകൾ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ആലുവക്കാർക്ക് ഇത്തവണ ദുരിതപൂർണമായ സമയമാണ്. കാലവർഷത്തിന് മുമ്പേ ആ ദുരിതം ഇരട്ടിയായിരിക്കുന്നു. ആളുകൾക്ക് നടക്കാനും നിൽക്കാനും റോഡിലൂടെ പോകാനും കഴിയാത്ത വിധം റോഡ് പുഴയായി മാറിയിരിക്കുന്ന, അഴുക്ക് ചാലായി മാറിയിരിക്കുന്ന ഗതികേടാണ് ഇത്തവണ കൊച്ചിയിലെ ആലുവയിലെ ജനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.